നമസ്കാരം പ്രിയപ്പെട്ടവരെ. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന ജോയിൻ്റ് എൻട്രൻസ് എക്സാമിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 3 വർഷത്തെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനാണ് കോഴ്സ്. ജനുവരി 25 ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി. ഏപ്രിൽ 25 പരീക്ഷ. +2 ഏത് സ്ട്രീം പഠിക്കുന്നവർക്കും ഈ എൻട്രൻസിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ വർഷം ഫൈനൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും ഈ എൻട്രൻസിന് അപേക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയിലെ 71ഓളം സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനമാണ് ഈ എൻട്രൻസ് പരീക്ഷയിലൂടെ നടക്കുന്നത്. കേരളത്തിൽ 4 സ്ഥാപനങ്ങളിലേക്ക് ഈ എൻട്രൻസ് വഴി പ്രവേശനം കിട്ടും. BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് 3 വർഷത്തെ കോഴ്സാണുള്ളത്. ഹോട്ടൽ രംഗത്തെ എല്ലാ വിഭാഗങ്ങളും പരിഗണിക്കുന്ന ഒരു കോഴ്സാണിത്. നിങ്ങൾക്ക് ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ടാവും, ഹോട്ടലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരു എല്ലാം സമഗ്രമായിട്ടുള്ള ഒരു പഠനമാണ് ഈ കോഴ്സിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് മികച്ച നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളാണ് ഇതെല്ലാം തന്നെ. പഠിച്ചിറങ്ങുന്നവർക്കെല്ലാം തന്നെ നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ എല്ലാവരും കുട്ടികളെ ഡോക്ടർ, എൻജിനീയർ, കുട്ടികൾക്ക് അതിൽ താല്പര്യമില്ലേ പോലും അങ്ങനെയുള്ള കോഴ്സുകളിലേക്കൊക്കെയാണ് കൂടുതലും തള്ളിവിടുന്നത്. അപ്പോൾ ഇതിന് ഇപ്പം ഷെഫാകാൻ ആഗ്രഹമുള്ള കുട്ടികൾ കാണും, അല്ലെങ്കിൽ സർവീസ് മേഖലകളോട് ഇഷ്ടമുള്ള ആൾക്കാരോട് നന്നായി ഇടപഴകുകയും അവർക്കൊരു ഹെൽപ്പ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള കുട്ടികളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു മേഖലയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഹോട്ടലുകളിൽ മാത്രമല്ല നമുക്ക് ജോലി കിട്ടുന്ന ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇപ്പം വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലും ഒക്കെ ഈ ക്യാൻറ്റീൻ അഡ്മിനിസ്ട്രേഷൻ ഇതിലൊക്കെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്ക് ജോലികൾ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ ഷിപ്പിൽ സാധ്യതകളുണ്ട്, നേവി, ആംഡ് ഫോഴ്സുകളിലൊക്കെ, എയർഫോഴ്സ്, അങ്ങനെയുള്ളിടത്തൊക്കെ വിവിധ മേഖലകളിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. വിദേശത്തും ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. പക്ഷെ പഠിച്ചിറങ്ങുന്ന സ്ഥാപനത്തിൽ നല്ല പ്ലേസ്മെൻ്റൊക്കെ കിട്ടുന്നതാണ്. ഈ എൻട്രൻസ് വഴിയുള്ള ഈ കോഴ്സിന് പ്രവേശനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ കരിയറിൽ വലിയ ഉയരങ്ങളിലെത്താൻ തീർച്ചയായും സാധിക്കും. കേരളത്തിൽ ഈ എൻട്രൻസ് വഴി പ്രവേശനം കിട്ടുന്ന 4 സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 2 സ്വകാര്യ മേഖലയിലാണ്. മൂന്നാറും വയനാടുമുള്ള 2 സ്വകാര്യ സ്ഥാപനങ്ങളും കോവളത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി കോവളത്തുള്ള IHMCT എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഈ എൻട്രൻസ് വഴിയാണ് 3 വർഷത്തെ BSc ഹോസ്പിറ്റാലിറ്റി കോഴ്സിന് പ്രവേശനം കിട്ടുന്നത്. പിന്നെ കേരള സർക്കാരിൻ്റെ കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിലും നിങ്ങൾക്ക് ഈ എൻട്രൻസ് വഴിയാണ് കോഴ്സിന് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഇനി ഇന്ത്യയിൽ തന്നെ, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇതൊരു ദേശീയ തലത്തിലുള്ള ഒരു മത്സര പരീക്ഷയാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ 71ഓളം സ്ഥാപനങ്ങളിലേക്ക് ഈ എൻട്രൻസ് വഴി പ്രവേശനം കിട്ടും. അതിൽ 21 സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെയാണ്. 33 ഇപ്പോൾ കേരളം പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട്. പിന്നെ മികച്ച നിലവാരം പുലർത്തുന്ന ചില സ്വകാര്യ സ്ഥാപനങ്ങളും ഈ എൻട്രൻസ് വഴിയാണ് കുട്ടികളെ എടുക്കുന്നത്. 2 മണിക്കൂർ നീളുന്ന ഒരു എൻട്രൻസ് പരീക്ഷയാണ് ഇത് നടത്തുന്നത്. 120 ചോദ്യങ്ങളുള്ള ഇതിൽ ഇംഗ്ലീഷ് ഭാഷയുണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, അങ്ങനെ വിവിധ വിഷയങ്ങൾ ഈ എൻട്രൻസ് പരീക്ഷയ്ക്കുണ്ടാവും. കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലാണ് പരീക്ഷാ സെൻറ്റർ ഉള്ളത്. പിന്നെ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ, മെട്രോ സിറ്റികളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ജോലികൾ ചെയ്യാൻ, ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഷെഫ് ആവണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ഉയരങ്ങളിൽ എത്താൻ സഹായിക്കുന്ന വളരെ മികച്ച നിലവാരമുള്ള സ്ഥാപനങ്ങളാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ രംഗത്തെ വലിയ നിലവാരം പുലർത്തുന്നവയാണ്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് ഇതിന് ബിരുദം നൽകുന്നത്, ഈ 3 വർഷത്തെ ബിരുദം നൽകുന്നത് ഈ എൻട്രൻസ് വഴി പ്രവേശനം കിട്ടുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജിയുടെ ഈ എൻട്രൻസിന് അപേക്ഷിക്കുക. ഇതിൻ്റെ ചോദ്യപേപ്പറുകളൊക്കെ ഏതൊക്കെ രീതിയിലാണെന്നുള്ള പഴയതൊക്കെ NDAയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പം ഏപ്രിൽ 25 പരീക്ഷ. ജനുവരി 25 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. താങ്ക് യു.